ഇന്ത്യൻ നാടകരംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയ എസ് രാമാനുജത്തിന്റെ കഥ പറയുന്ന മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ മഹേഷ് പഞ്ചു എഴുതിയ രാമാനുജം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പ്രൊഫസർ കുമാരവർമ്മ രാമാനുജത്തിന്റെ മകൾ ഗിരിജയ്ക്ക് നൽകി നിർവഹിച്ചു. പരിധി പബ്ലിക്കേഷൻസ് ഡയറക്ടർ ഡോക്ടർ എം രാജീവ് കുമാർ സ്വാഗതമോദിയ ചടങ്ങിൽ മുൻ ആകാശവാണി ഡയറക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷപദം അലങ്കരിച്ചു. മലയാളത്തിന്റെ പ്രശസ്ത കവി ഗിരീഷ് പുലിയൂരിന്റെ കവിതാ ആലാപനത്തോടെയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. വിറയ്ക്കും മട്ടിൽ തലമുറ നാമ്പുകളുണ്ടായി, ഊഷരമുർവരമായി മണ്ണിൽ നശ്വരമായതനശ്വരമായി. പുസ്തക പ്രകാശന ചടങ്ങിന് ശേഷം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ വൈസ് ചെയർമാൻ GS പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട ഒന്നാണ്. ഇല്ല എന്ന് തന്നെ പറയാം. പലപ്പോഴും കൃത്യമായി അതിനോട് പ്രതികരിക്കാൻ കഴിഞ്ഞില്ലല്ലോ, പലതും നമ്മളെ തടഞ്ഞല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിൽ ഖേദിക്കുന്ന, ആ കുറ്റബോധം പേറുന്നവരാണ് നമ്മൾ. മുഖ്യ അതിഥിയായിരുന്ന പ്രൊഫസർ കുമാരവർമ്മ പുസ്തകത്തിന്റെ ആമുഖ വിവരണത്തോടൊപ്പം എസ് രാമാനുജവുമായുള്ള ഓർമ്മകൾ പങ്കുവച്ചു. ഗുരുവിന്റെ കീഴിൽ ശിക്ഷ, ഹിന്ദിയിൽ പറയുമ്പോൾ ശിക്ഷ, വിദ്യ അഭ്യസിച്ച ആളുകൾ, അവരെ ഹിന്ദിയിൽ ഗുരുഭായി എന്നാണ് പറയുന്നത്. പുസ്തകത്തോടൊപ്പമുള്ള ഡോക്യുമെന്ററിയുടെ അവലോകനം രാജീവ് ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ബാർ കൗൺസിൽ മെമ്പർ പി സന്തോഷ് കുമാർ, പ്രസ് ക്ലബ് സെക്രട്ടറി സാനു, ഡോക്ടർ സന്തോഷ് സൗപർണിക എന്നിവരും സന്നിഹിതരായിരുന്നു. അഭിനേതാവെന്ന നിലയിലാണ് പഞ്ചു ഏതാണ്ട് 17 വയസ്സ് തൊട്ട് എനിക്കറിയാവുന്ന പഞ്ചു ചിത്രമൊക്കെ എടുക്കാൻ വളരെ. രാമാനുജം പുസ്തകത്തിന്റെ കോപ്പികൾ സ്റ്റാച്യുവിലുള്ള പരിധി പബ്ലിക്കേഷൻസിൽ ലഭ്യമാണ്.